ചോദ്യം: കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും താഴെ ചേർക്കുന്നു. ശരിയായ ജോഡികൾ ഏവ? നമുക്കിവിടെ 4 ജോഡികൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയാണ് ശരി. അതായത് ഒന്നാമത്തെ തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. മൂന്നാമത്തെ മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ്. നാലാമത്തെ കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. ചോദ്യം: ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ നമുക്ക് 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയല്ലാത്തത് ഉത്തരം മൂന്നാമത്തെയാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് തലയ്ക്കൽ ചന്തുവാണ്. ചോദ്യം: കേരള ചരിത്രത്തിൽ കൊല്ലവർഷം 984 മകരം 1 പ്രത്യേകത എന്ത്? ഉത്തരം വേലുത്തമ്പിതളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചു. ചോദ്യം: ഇന്ത്യയുടെ ചില സുപ്രധാനമായ ബഹിരാകാശ ദൗത്യങ്ങളും വിക്ഷേപിച്ച തീയതിയും താഴെ ചേർക്കുന്നു. ശരിയായ ജോഡികൾ ഏവ? ഇവിടെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്, 4 ജോഡികൾ. 4ഉം ശരിയാണ്. അതായത് ഒന്നാമത്തെ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22. 2 ചന്ദ്രയാൻ 2 2019 ജൂലൈ 22. 3 ചന്ദ്രയാൻ 3 2023 ജൂലൈ 14. 4 മംഗൾയാൻ 2013 നവംബർ 5. ചോദ്യം: ഖാരിഫ് വിളക്കാലത്തെപ്പറ്റി താഴെയുള്ള പ്രസ്താവനകൾ ശരിയേത്? ഇവിടെ 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇത് 3ഉം ശരിയാണ്. അതായത് 1 ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫ് വിളക്കാലം. 2 ഉഷ്ണമേഖലാ വിളകളാണ് ഖാരിഫിൽ പ്രധാനമായും ഉള്ളത്. 3 നെല്ല്, പരുത്തി, ചണം, തുവര എന്നിവ ഖാരിഫ് വിളകളാണ്. ചോദ്യം: ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഉത്തരേന്ത്യൻ സമതലമേത്? ഉത്തരം ഭാബർ. ചോദ്യം: പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ സംഗമിക്കുന്നതെവിടെ? ഉത്തരം നീലഗിരിക്കുന്ന്. ചോദ്യം: താഴെ പറയുന്നവയിൽ കൃഷ്ണാനദിയുടെ പോഷക നദി അല്ലാത്തതേത്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഉത്തരം ആദ്യത്തെ ഓപ്ഷനാണ് ഇന്ദ്രാവതി. ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി സർവീസ്? ഉത്തരം ബോംബെ, താനെ. ചോദ്യം: 1857 കലാപം വിവിധ പ്രദേശങ്ങളിൽ നയിച്ചവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇവിടെ പട്ടികയിൽ 4 പേരുകളുണ്ട്, 4 ജോഡികൾ. ഇതിൽ 4ഉം ശരിയാണ്. അതായത് ഒന്നാമത്തെ ഝാൻസി റാണി ലക്ഷ്മി ഭായ്. 2 ലഖ്നൗ ബീഗം ഹസ്രത്ത് മഹൽ. 3 ഫൈസാബാദ് മൗലവി അഹമ്മദുല്ല. 4 ആര കൻവർ സിംഗ്. ചോദ്യം: ജാതി വ്യവസ്ഥയെ എതിർക്കുക, വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്? ഉത്തരം ആത്മാറാം പാണ്ഡുരംഗ്.